ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. കുറേ ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട്, അപ്പോൾ ഇത് കുറച്ചധികം ദിവസം മുന്നേ എടുത്തൊരു ഷോപ്പിംഗ് വ്ളോഗാണ്. അതങ്ങോട്ട് പോസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ ഞാൻ പർദ്ദ ഇട്ടിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇത് കണ്ട് കഴിഞ്ഞാൽ അപ്പം എൻ്റെ അമ്മക്ക് കലിയേറും. ഇങ്ങനത്തെ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. എന്നാലും ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ അടുത്തുള്ളൊരു കടയിൽ നിന്ന് പത്തിരി പ്രസ്സും വാങ്ങിയിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. പിന്നെ നമ്മൾ നേരെ മണ്ണാർക്കാട്ടേക്ക് പോവാണ്. മണ്ണാർക്കാട്ടേക്കല്ല, കൊടക്കാട്ടേക്ക് പോവാണ് കേട്ടോ. കാക്കുവിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഓൻ എപ്പോഴും അവിടെ നിന്നാണ് കേട്ടോ ഡ്രസ്സ് എടുക്കുക, അവിടെ നിന്നാണ് ഡ്രസ്സ് കിട്ടാറുള്ളത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരമൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ എത്തി. പിന്നെ അവിടെ നല്ല തിരക്കായതുകൊണ്ട് ഞാനും അമ്മയും കാറിലിരുന്നു. ഓൻ പോയിട്ട് എടുത്തിട്ട് വന്നു കേട്ടോ. ഇതായിരുന്നു എൻ്റെ ഷർട്ട്. അങ്ങനെ ഞാൻ അങ്ങനെ വരുമ്പോൾ എൻ്റെ ലിപ്സ്റ്റിക്കൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. കുറച്ചിട്ടം കൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ വരുന്ന സമയത്ത് ഈ ഒരു കടയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് വരുന്ന സമയത്തുള്ളൊരു കടയാണത്. അവിടെ ഇറങ്ങിയിട്ട് ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ. അത് വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. എല്ലാവരും ഒരു കരിമ്പ് ജ്യൂസും കുടിച്ചു. പിന്നെ ഞാൻ 2 പൈനാപ്പിൾ ഉപ്പിലിട്ട് വാങ്ങിയിട്ടോ. എനിക്ക് മാത്രമേ ഉള്ളൂ ഈ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ഇഷ്ടം. പക്ഷേ അത് വാങ്ങിയപ്പോൾ ഉമ്മാക്ക് നല്ല പറ്റിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മസാല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങി അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു പോന്നു. അങ്ങനെ പിന്നെ മണ്ണാർക്കാട് ഈ ഒരു കടയിലും കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് ഓനൊരു ഡ്രസ്സ് എടുത്തു. പിന്നെ നേരെ ഫാൻസി ഷോപ്പിൽ പോയിട്ട് സ്കൂൾ കൊണ്ടുപോകാനൊരു ബാഗും വാങ്ങി 3 നോസ് സ്ട്രിപ്പും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം ഇയറിങ്സൊക്കെ നോക്കിയിരുന്നു. പിന്നെ നേരെ കാർക്ക് വന്നിരുന്നു. അപ്പോഴൊക്കെ കാക്ക് പോയിട്ട് പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വാപ്പാക്ക് അച്ചാറിട്ട് കൊടുത്തയക്കണം. അതിന് ഡപ്പ വേണ്ടേ. അതാണെങ്കിൽ പെരയിലും ഇല്ല. അപ്പോൾ കയ്യാനായ മുട്ടായി ഡപ്പ കൊടുക്കണേ അങ്ങോട്ട് വാങ്ങും. അപ്പോൾ കുപ്പിയും കിട്ടും, മിഠായിയും കിട്ടും. അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ നേരെ പെരയ്ക്ക് വന്നു കേട്ടോ. പിന്നെ ആദ്യം ട്രൈ ആക്കണത് ആ നോസ് സ്ട്രിപ്പാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഫ്രാഗ്രൻസിലെ നോസ് സ്ട്രിപ്പ് ട്രൈ ആക്കണത്. വേറെയൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് വേറെ ഒരു ഫ്ലേവറാണെന്ന് പറഞ്ഞപ്പോൾ ഞാനത് വാങ്ങി നോക്കിയതാണ്. അങ്ങനെ മണത്ത് നോക്കി അതൊക്കെ മൂക്കിൽ വെച്ചു. മൂക്കിലൊന്നുമില്ല, എന്നാലും വെറുതെ ഇങ്ങോട്ട് വെക്കുക തന്നെ. അപ്പോൾ കുറച്ച് നേരം അതവിടെ പിടിക്കണമല്ലോ. ആ സമയം കൊണ്ട് ഞാൻ കിച്ചണിക്ക് വാങ്ങിയ ഒരു ബോട്ടിലാണിത്. കിച്ചൺ പൗഡേഴ്സൊക്കെ ഇടുന്നതാണ് കേട്ടോ. ഞാനല്ല, ഉമ്മ വാങ്ങിയതാണ്. അപ്പോൾ അതൊക്കെ ഉമ്മക്ക് ഇട്ട് കൊടുക്കുകയായിരുന്നു. ആദ്യത്തെ പൊടികൾ ഇട്ട് വെച്ചിരുന്ന ഡപ്പകളൊക്കെ ഒരുമാതിരി ആയിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഉമ്മക്കാണെങ്കിൽ ഈ സാധനം നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാണെങ്കിൽ സ്റ്റോക്ക് ഔട്ടാണ്, എവിടെ നോക്കിയിട്ടും കിട്ടാനുമില്ല. അപ്പോൾ ആ സാധനങ്ങളൊക്കെ അതിൽ ഇട്ട് കൊടുത്തു. ഒരു 8 വരുന്ന സെറ്റാണ് കേട്ടോ അത്. ഇനി നിങ്ങൾ കാണാൻ പോണത് വേറെ ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. ഇതെല്ലാം കൂടെ കൂട്ടിക്കലം വിട്ടാലുള്ള ഒരു ലോങ് വീഡിയോ ആവുക. അതും കൊണ്ടാണ് ഇത്. എന്തോ ഒരാവശ്യത്തിന് മണ്ണാർക്കാട് പോയ വീഡിയോ ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഈ കാണുന്നത്. പിന്നെ മൈജിയിലും കയറിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വരുമ്പോൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചൺ ബോട്ടിൽസ് വാങ്ങാനായിരുന്നു കേട്ടോ. അവിടെ കയറിയിട്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത് പ്ലാസ്റ്റിക് ബോട്ടിൽസാണ്, പക്ഷേ ഗ്ലാസിൻ്റെ ഉള്ളു അവിടെ. അതുകൊണ്ട് ഞങ്ങൾ വാങ്ങാണ്ട് നേരെ ഇറങ്ങിപ്പോന്നു. ഗ്ലാസിൻ്റെയൊക്കെ ഞങ്ങൾക്ക് 2 ദിവസത്തിന് ഉണ്ടാവുള്ളൂ. അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പോയിരുന്ന വഴിക്ക് ഒരു ബേക്കറി കയറിയിട്ടുണ്ടായിരുന്നു. കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടാണ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കിട്ടിയപ്പോഴാണെങ്കിലും ഉമ്മയും കാക്കൊക്കെ പെട്ടെന്ന് തിന്നു വെച്ചാണെങ്കിൽ തിന്നിട്ട് കഴിയണ്ടേ. അങ്ങനെ എങ്ങനെ ആൾക്കാർ അപ്പുറത്ത് വന്നിരിക്കുക. പെട്ടെന്ന് തിന്നിറങ്ങി. പിന്നെ കുറച്ച് ബേക്കറി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സാധനം നല്ല ഇഷ്ടമാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ട് വാങ്ങിയതാണ്. അത് തിന്നാൻ ഭയങ്കര ഇഷ്ടമായി. ഇടയ്ക്കിടയ്ക്ക് വാങ്ങി തിന്നലുണ്ടത്. അതും കടലമുട്ടായിയൊക്കെ തിന്നു. പിന്നെ അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ഈ ഒരു വീഡിയോ. ഓക്കെ, ബൈ ബൈ.